അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഹ ഉൽ അമീറിനെ നീട്ടി ഓതണം. ഓപ്ഷൻസ്: വനറാഹു ഖരീബ, ലഹുൽ മുൽക്ക്, വ അംറുഹു ഇലല്ലാഹ്. ചരിത്രം വ അംറുഹു ഇലല്ലാഹ്. 2. റായിനെ തർക്കിക് ചെയ്ത് ഉച്ചരിക്കണം. ഓപ്ഷൻസ്: അല്ലദീ ഇർതളാ, അബ്സിർ ബിഹി, അൽ ഫുർഖാൻ. ചരിത്രം അബ്സിർ ബിഹി. 3. അലിഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഓപ്ഷൻസ്: സലാമുൻ, റുഖാഅൻ, സുബാത്തൻ. ചരിത്രം റുഖാഅൻ. നമുക്കറിയാം, ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും നമ്മൾ തഫ്ഖീം ചെയ്താണ് ഉച്ചരിക്കുക. 4. അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: വൽ ഫജ്ർ, വൽ അസ്ർ, വത്താരിഖ്. ചരിത്രം വത്താരിഖ്. 5. റസ്മുൽ ഉസ്മാനിയിലെ ബദലിന് ഉദാഹരണം. ഓപ്ഷൻസ്: സ്വലാത്ത്, സ്വലാത്ത്, സലാമുൻ. റസ്മുൽ ഉസ്മാനിയിൽ ബദൽ എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം കൊണ്ടുവരലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനിൽ ശരിയായത് രണ്ടാമത്തെ ഓപ്ഷനാണ്, സ്വലാത്ത്. 6. ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: ഇർകം മഅന, യളിബ മസല, ശരിബ മിൻഹു. ചരിത്രം ഇർകം മഅന. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 1. റായിനെ തർക്കീക് ചെയ്തു. 2. അലിഫിനെ തഫ്ഖീം ചെയ്തു. 3. വാവിനെ തഫ്ഖീം ചെയ്തു. 4. ഹ ഉൽ അമീറിനെ നീട്ടി ഓതി. 5. ഹ ഉൽ അമീറിനെ നീട്ടാതെ ഓതി. ഇപ്പുറത്ത് നോക്കൂ. എ മസ്തൂർ, ബി ബിഹി നഖഅ, സി സമീഉം ബസീർ, ഡി ബിഹിൽ അർള്, ഇ മർലാത്തില്ല. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. റായിനെ തർക്കീക് ചെയ്തു. ചരിത്രം സി സമീഉം ബസീർ. 2. അലിഫിനെ തഫ്ഖീം ചെയ്തു. ചരിത്രം ഇ മർലാത്തില്ല. 3. വാവിനെ തഫ്ഖീം ചെയ്തു. ചരിത്രം എ മസ്തൂർ. 4. ഹ ഉൽ അമീറിനെ നീട്ടിയോതി. ചരിത്രം ബി ബിഹി നഖഅ. 5. ഹ ഉൽ അമീറിനെ നീട്ടാതെ ഓതി. ചരിത്രം ഡി ബിഹിൽ അർള്, CEABD. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. റായിന് കസറാണെങ്കിൽ റായിന് ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീഖാക്കി. റായിന് കസറാണെങ്കിൽ റായിനെ തർക്കീഖാക്കി ഓതണം. 2. വിഫാഖൻ എന്നതിൽ ഫായിന് ശേഷമുള്ള അലിഫിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീഖ്. വിഫാഖൻ എന്നതിൽ ഫായിന് ശേഷമുള്ള അലിഫിനെ തർക്കീഖ് ചെയ്ത് ഓതണം. 3. ബർ റബ്ബുക്കും എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലാമിനെ. ബർ റബ്ബുക്കും എന്നതിൽ ലാമിനെ റായിൽ ഇദ്ഗാം ചെയ്യണം. 4. ഹിജ്റ ഡാഷാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 12. ഹിജ്റ 12 വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. 5. വലംതും എന്നതിൽ
ഡാഷ് എന്ന അക്ഷരത്തെയാണ് ഇത് റാം ചെയ്തത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലോ. ലൊലംതും എന്നതിൽ ലോ എന്ന അക്ഷരത്തെയാണ് ഇത് റാം ചെയ്തത്. 6. ഹ ഉൽ ലമീറിന് തൊട്ട് മുമ്പ് ഡാഷ് വന്നാൽ ഹ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സുക്കൂൻ. ഹ ഉൽ ലമീറിന് തൊട്ട് മുമ്പ് സുക്കൂൻ വന്നാൽ ഹ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. ഇൽ യാസീൻ. ഇതിൽ റസ്മുൽ ഉസ്മാനി ഏത്? ഇവിടെ നമുക്ക് 2 രൂപത്തിൽ ഇൽ യാസീൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഏതാണ് ശരിയായത്? രണ്ടാമത്തേതാണ്. 2. ബിറൂഹിൻ, യുരീദു, അറാദ. ഇതിൽ റായിനെ തർക്കീഖ് ചെയ്തതിന് ഉദാഹരണം ബിറൂഹിൻ, അറാദ. ഈ 2 ഉദാഹരണങ്ങളിലും റായിനെ നമ്മൾ തഫ്ഹീമാണ് ചെയ്തത്. കാരണം റായിന് ഫതഹും ലൊമ്മുമാണ് അവിടെ ഉള്ളത്. യുരീദു എന്നതിലാണ് റായിന് കസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരി ഉത്തരം യുരീദു. 3. ഷംസിയായ ഹർഫുകൾ എത്ര? ഉത്തരം 14 ഹർഫുകൾ. 4. അലം നഖ്ലുക്കും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്യണം? ഉത്തരം കാഫിനെ. 5. റായിന് കസറായതിനാൽ തർക്കീഖ് ചെയ്തതിന് ഒരു ഉദാഹരണം. ഏത് ഉദാഹരണം വേണമെങ്കിലും എഴുതാം. റിജാലുൻ. 6. ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം യാ ഉസ്സഗീറ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. അൽ മസീർ എന്നതിലെ റായിനെ തർക്കീഖ് ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പ് സാക്കിനായ യാ വന്നതിനാൽ. 2. വഇലാമൻ എന്നതിലെ അലിഫിനെ തഫ്ഖീം ചെയ്യണം. കാരണം? ഉത്തരം തഫ്ഖീമിന്റെ ഹർഫായ ലാഇനെ നീട്ടാൻ അലിഫ് വന്നതിനാൽ. 3. ഷംസിയായ ഹർഫുകളിൽ നിന്ന് 8 എണ്ണം എഴുതുക. ഉത്തരം താ, ദാല്, റാ, സീന്, സ്വാദ്, ത്വാ, ലാമ്, സാ. 4. ഹ ഉൽ ലമീറിനെ നീട്ടി ഓതണം. എപ്പോൾ? ഉത്തരം ഹ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. 5. ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ ഒരു അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തിൽ ഉൾപ്പെടുത്തി ശ്രദ്ധ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. 6. യക്ഫുറൂന എന്നതിലുള്ള ശംസിയായ അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം റാ, നൂൻ. 7. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ പല കോപ്പികൾ തയ്യാർ ചെയ്തു. കാരണം? ഉത്തരം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തതിനാൽ. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. റസ്മുൽ ഉസ്മാനി. ഖുർആന്റെ ഭാഷ അറബിയിലാണെങ്കിലും സാധാരണ അറബി എഴുത്തിന്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. 1. അൽ ഹദ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. 2. അസ്സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ ആവശ്യമില്ലാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 3. അൽ ബദൽ, ഒരക്ഷരത്തിനു പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. 4. അൽ ഹംസ്, ഹംസിന്റെ വ്യത്യസ്തമായ എഴുത്തുരീതി. 5. അൽ വസ്ലു വൽ ഫസൽ, വസൽ എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. ഫസൽ എന്ന് പറഞ്ഞാൽ ചേർത്തെഴുതേണ്ട കലിമത്തിനെ പിരിച്ചെഴുതൽ. 6. മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബി ഇഖ്ദൈഹിമാ, അതായത് 2 വിധം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത് തഫ്ഖീമുൽ അലിഫി വൽ വാവ്. അപ്പോൾ നോക്കൂ, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട അലിഫ്, വാവ്, ലാമ്, റാ എന്നിവയ്ക്ക് തർക്കീഖ്, തഫ്ഖീം എന്നീ 2 അവസ്ഥകളുണ്ട്. തഫ്ഖീമിന്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തഫ്ഖീം ചെയ്തുകൊണ്ടും തർക്കീഖിന്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫ്, വാവ് എന്നിവയെ തർക്കീഖ് ചെയ്തുകൊണ്ടുമാണ് നാം ഓതേണ്ടത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.